ജീവ മിൽക്ക്. ഇടുക്കി, എറണാകുളം ജില്ലകളിലെ ഹൈറേഞ്ച്, ലോ റേഞ്ച് പ്രദേശങ്ങളിലെ ഗ്രാമീണ ക്ഷീര കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടി കോതമംഗലം രൂപത തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ജീവ മിൽക്ക്. 1800ഓളം ക്ഷീര കർഷകരിൽ നിന്ന് ക്ഷീരസംഘങ്ങൾ വഴി ഗുണനിലവാരാടിസ്ഥാനത്തിൽ പാൽ സ്വീകരിച്ച് ജീവ മിൽക്കിൻ്റെ പരീക്കണ്ണിയിലുള്ള പാസ്ചറൈസേഷൻ പ്ലാന്റിൽ സമയതാമസമില്ലാതെ എത്തിച്ച് ആൽഫ ലെവൽ ടെട്രാപാക്ക് കമ്പനിയുടെ നൂതന സാങ്കേതിക മികവോടെ നിർമ്മിച്ചിട്ടുള്ള യന്ത്രസാമഗ്രികളുടെ സഹായത്തോടെ പാസ്ചറൈസ് ചെയ്ത് പാക്കറ്റുകളിലാക്കുന്ന ജീവ മിൽക്ക് ഉൽപ്പന്നങ്ങളായ ജീവ ടോൺഡ് മിൽക്ക്, ജീവ ഹോമോജനൈസ്ഡ് മിൽക്ക്, ജീവ സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് എന്നിവയും അതോടൊപ്പം ജീവ തൈര്, ജീവ നറുനെയ്യ്, ജീവ സംഭാരം, ജീവ കട്ടിത്തൈര്, ജീവ ബോട്ടിൽ സംഭാരം, ജീവ യോഗട്ട് എന്നിവയും വിപണിയിലെത്തിക്കുന്നു. കേരളത്തിലെ ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ എന്നീ ജില്ലകളിൽ ജീവ ഉൽപ്പന്നങ്ങൾ സേവന സന്നദ്ധതയോടെ എത്തിച്ചു നൽകുന്ന മികച്ച വിതരണ സംവിധാനം ഈ സ്ഥാപനത്തിനുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. മേൽപ്പറഞ്ഞ ജില്ലകളിലുള്ള 1850 ഏജൻസികൾ വഴിയും 60ഓളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴിയും ശരാശരി 5 ലക്ഷത്തിന് മുകളിലുള്ള സംതൃപ്ത ഉപഭോക്താക്കളിൽ പ്രതിദിനം 75,000 ലിറ്റർ പാലും പാലുൽപ്പന്നങ്ങളും വിതരണം നടത്തുവാൻ ജീവ മിൽക്ക് എന്ന ക്ഷീരകർഷക പ്രസ്ഥാനത്തിന് സാധിക്കുന്നു. ജീവ മിൽക്കിൻ്റെ പ്രവർത്തനം കോതമംഗലം രൂപതയുടെ ഹൈറേഞ്ച് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലാണ്. അഭിവന്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് രക്ഷാധികാരിയായിട്ടുള്ള 7-അംഗ ഡയറക്ടർ ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് മോൺസിഞ്ഞോർ റെവറൻഡ് ഡോക്ടർ പയസ് മലയക്കണ്ടത്തിലും എക്സിക്യൂട്ടീവ് ഡയറക്ടർ റെവറൻഡ് ഫാദർ ജോസ് മൂർക്കാട്ടിലുമാണ്. ക്ഷീരകർഷകരെ ചേർത്ത് നിർത്തിയും ഉപഭോക്താക്കളുടെ മനസ്സിൽ അംഗീകാരം നേടിയെടുത്തും 25 വർഷം പൂർത്തിയാക്കിയ ജീവ മിൽക്കിൻ്റെ ഇന്നലകളിലെ വഴികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഉൽപാദകന്റെയും ഉപഭോക്താവിൻ്റെയും താൽപ്പര്യങ്ങൾക്കൊപ്പം 25 വർഷം ജനമനസ്സറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നു. ഇന്നലെയുടെ ദിനങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ നട്ടുവളർത്തിയ എല്ലാ മഹത് വ്യക്തിത്വങ്ങളെയും, ക്ഷീരകർഷകരെയും, ഉപഭോക്താക്കളെയും, ജീവ മിൽക്കിൻ്റെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. 1990-2000 വർഷങ്ങളിൽ ഇടുക്കി, എറണാകുളം ജില്ലകളിലെ കാർഷിക ഗ്രാമങ്ങളിലെ കർഷകർ കൃഷിയോടൊപ്പം കാലി വളർത്തലും ഒരു ഉപജീവന മാർഗമായി കണ്ടിരുന്ന കാലഘട്ടമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയും അനുകൂലമല്ലാത്ത കാലാവസ്ഥയും മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലായ കർഷകർ ക്ഷീരമേഖലയെ പ്രധാന വരുമാന മാർഗമായി കണ്ടതോടെ പാലുൽപാദനം വർദ്ധിക്കുകയും അന്നാട്ടിലുണ്ടായിരുന്ന പാൽ സംഭരണ ഏജൻസികൾക്ക് ഈ കർഷകരിൽ നിന്നും പാൽ പൂർണ്ണമായും സംഭരിക്കാൻ സാധിക്കാതെ വന്നതും പാൽ വില കർഷകർക്ക് വിതരണം ചെയ്യുന്നതിൽ കാലതാമസം നേരിട്ടതും വലിയ പ്രതിസന്ധികൾക്ക് കാരണമായി. അക്കാലഘട്ടത്തിൽ ഇടുക്കി, എറണാകുളം ജില്ലകളിലെ ഗ്രാമീണ കർഷകർക്കിടയിൽ ദേവാലയങ്ങളും സ്കൂളുകളും മറ്റടിസ്ഥാന ജീവിത സൗകര്യങ്ങളും ഒരുക്കി അവരുടെ ഇല്ലായ്മകളിലും സുഖദുഃഖങ്ങളിലും അവരോടൊപ്പം നിന്ന് കോതമംഗലം രൂപതയുടെ ബഹുമാന്യരായ വൈദികരും സിസ്റ്റേഴ്സും കർഷകരുടെ ഈ പ്രതിസന്ധി കോതമംഗലം രൂപതയുടെ മെത്രാനായിരുന്ന അഭിവന്യ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കർഷകരോടും കാർഷിക ഗ്രാമങ്ങളോടും ഏറെ താൽപ്പര്യമുള്ള അഭിവന്യ പിതാവ് ഈ കർഷക പ്രസ്ഥാനത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. കോതമംഗലം രൂപതയിലെ വടാട്ടുപാറ ദേവാലയത്തിൻ്റെ വികാരിയായി സേവനമനുഷ്ഠിച്ചിരുന്ന റെവറൻഡ് ഫാദർ ജോർജ് പടിഞ്ഞാറയിൽ അന്നാട്ടിലെ ക്ഷീരകർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് 1993 ലേബർ വെൽഫെയർ സർവീസസ് കോതമംഗലം എന്ന പേരിൽ തുടക്കം കുറിച്ചതാണ് രൂപതയുടെ പ്രഥമ പാൽ സംഭരണ യൂണിറ്റ് എന്ന് പറയാം. ഈ പാൽ സംഭരണ യൂണിറ്റുകളിൽ സംഭരിക്കുന്ന പാൽ കോതമംഗലത്തുള്ള ചെറിയ ശീതീകരണ സെന്ററിൽ ശീതീകരിച്ച് പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുവാൻ തുടങ്ങി. ക്ഷീരകർഷകർക്ക് അവരുടെ പാൽ പൂർണ്ണമായും വിറ്റഴിക്കുവാനും അതിൻ്റെ വില കൃത്യതയോടെ ലഭിക്കുവാനും തുടങ്ങിയപ്പോൾ ആ കാലഘട്ടത്തിൽ കൂടുതൽ കർഷകർ ക്ഷീരകർഷകരായി എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. കൂടുതൽ കർഷകർ ഏറെ താൽപ്പര്യത്തോടെ ഈ മേഖലയിലേക്ക് കടന്നു വന്നതോടെ കോതമംഗലത്തിന് പുറമെ മൂവാറ്റുപുഴ, അടിമാലി, ചെറുതോണി എന്നീ സ്ഥലങ്ങളിൽ ശീതീകരണ സെന്ററുകൾ തുടങ്ങുകയും ഈ സെന്ററുകൾ സമീപ പ്രദേശങ്ങളിൽ ക്ഷീരസംഘങ്ങൾ രൂപീകരിച്ച് പാൽ സംഭരണം ആരംഭിക്കുകയും ചെയ്തു.
തുടക്കകാലത്ത് ലേബർ വെൽഫെയർ സർവീസസ് കോതമംഗലം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ സ്ഥാപനം പിന്നീട് കോതമംഗലം ഡയറി സൊസൈറ്റി അഥവാ KDS എന്ന പേരിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. ഈ ക്ഷീരസംഘങ്ങൾക്ക് തുടക്കം കുറിച്ച റെവറൻഡ് ഫാദർ ജോർജ് പടിഞ്ഞാറയിൽ തൽസ്ഥാനത്ത് നിന്നും വിരമിച്ചപ്പോൾ അന്നത്തെ വികാരി ജനറലായിരുന്ന റെവറൻഡ് ഫാദർ തോമസ് മലേക്കുടി ചുരുങ്ങിയ കാലം KDSന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചു. പിന്നീട് റെവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ കല്ലുങ്കൽ KDSന്റെ ഡയറക്ടറായും അസിസ്റ്റന്റ് ഡയറക്ടറായി റെവറൻഡ് ഫാദർ കുര്യാക്കോസ് കൊടക്കല്ലിലും ചാർജ് എടുക്കുകയും ഇടുക്കി, എറണാകുളം ജില്ലകളുടെ ഗ്രാമീണ മേഖലകളിൽ നിരവധി ക്ഷീരസംഘങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. ക്ഷീര കർഷകരുടെ താൽപ്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് KDSന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കിയപ്പോൾ പാൽ സംഭരണം വർദ്ധിക്കുകയും സംഭരിക്കുന്ന പാൽ പൂർണ്ണമായും വിറ്റഴിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടാകുകയും ചെയ്തത് പ്രസ്ഥാനത്തിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചു എന്ന് പറയാം. ഇത്തരം പ്രതിസന്ധികൾ തരണം ചെയ്യാൻ രൂപതയ്ക്ക് സ്വന്തമായി ഒരു പാസ്ചറൈസേഷൻ പ്ലാന്റ് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് ചിന്തിക്കുകയും അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇടുക്കി ജില്ലയിലെ ആദിവാസികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി അവർക്ക് വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ജില്ലയുടെ വിവിധ മേഖലകളിലുള്ള തേയില കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി 1995 അടിമാലി കേന്ദ്രമാക്കി രൂപം കൊടുത്ത ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സെന്റർ. ഈ സൊസൈറ്റിയുടെ അന്നത്തെ സെക്രട്ടറിയായിരുന്ന റെവറൻഡ് ഫാദർ മാത്യു കോണിക്കൽ ടീ ഫാക്ടറിക്കും മിൽക്ക് പ്ലാന്റിനും വേണ്ടി 2 പ്രൊജക്റ്റുകൾ തയ്യാറാക്കുകയും സ്പാനിഷ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനായ മാനോസ് യൂണിത്താസ് വഴി ഈ 2 പ്രൊജക്റ്റുകളുടെ നിർമ്മാണ ചെലവിനുള്ള ആദ്യ ഗഡു ഫണ്ട് ലഭിച്ചതും ജീവ മിൽക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സഹായകരമായെന്ന് പറയാം. ജീവ മിൽക്കിന്റെ പ്രൊജക്ട് ഇനിഷ്യേറ്ററായ ബഹുമാനപ്പെട്ട മാത്യു കോണിക്കൽ അച്ഛനെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. റെവറൻഡ് ഫാദർ മാത്യു കോണിക്കൽ ടീ ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തങ്കമണി ഇടവകയിലേക്ക് സ്ഥലം മാറിപ്പോവുകയും ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സെന്റർ സെക്രട്ടറി കം ട്രഷററായി റെവറൻഡ് ഫാദർ ജെയിംസ് വടക്കേക്കുടി ചാർജ് എടുക്കുകയും ചെയ്തു. ഇക്കാലത്ത് കോതമംഗലം ഡയറി സൊസൈറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന റെവറൻഡ് ഫാദർ കുര്യാക്കോസ് കൊടക്കല്ലിൽ ജീവോദയ മിൽക്ക് പ്രൊജക്ടിന്റെ പ്ലാന്റ് നിർമ്മാണത്തിനായി പ്രൊജക്ട് എക്സിക്യൂട്ടീവ് ഓഫീസറായി 1998 നിയമിതനാവുകയും പരീക്കണ്ണിയിൽ രൂപത വക സ്ഥലത്ത് 1999 മെയ് മാസം 10-ാം തീയതി അഭിവന്ദ്യ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് പ്ലാന്റ് ഓഫീസിന്റെ തറക്കല്ലിട്ട് ആശീർവാദ കർമ്മം നിർവഹിച്ച് പ്ലാൻ ബിൽഡിംഗ് വർക്കിന് തുടക്കം കുറിച്ചു. ഈ കെട്ടിടം പണിയുടെ മേൽനോട്ടം വഹിക്കുവാൻ റെവറൻഡ് ഫാദർ കുര്യാക്കോസ് കൊടക്കല്ലിയോടൊപ്പം എഞ്ചിനീയർ റെവറൻഡ് ഫാദർ ജേക്കബ് കളപ്പുരയ്ക്കലിനെ നിയമിക്കുകയും അദ്ദേഹം ഈ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് അതീവ ശ്രദ്ധ കൊടുക്കുകയും ചെയ്തു. 2001 ഫെബ്രുവരി മാസത്തോടെ പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുകയും 2001 മാർച്ച് മാസം 9-ാം തീയതി ജീവ മിൽക്ക് പരീക്കണ്ണി പ്ലാന്റിന്റെ വെഞ്ചരിപ്പ് അഭിവന്യ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് നിർവഹിക്കുകയും ജീവ മിൽക്ക് എന്ന പേരിൽ പാലും തൈരും വിൽപ്പന ആരംഭിക്കുകയും ചെയ്തു. ഹരിയാനയിലെ കർണാലിലുള്ള നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനം നടത്തുകയും തുടർന്ന് ജീവ മിൽക്കിന്റെ പ്ലാന്റിന്റെ പണി പൂർത്തിയാക്കുകയും ശൈശവദശയിൽ ഇതിനെ വളർത്തി മുന്നോട്ട് നയിക്കുകയും ചെയ്ത ജീവ മിൽക്കിന്റെ ഫൗണ്ടർ ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട കുര്യാക്കോസ് കൊടക്കല്ലിൽ അച്ഛനെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട കുര്യാക്കോസ് കൊടക്കല്ലിൽ അച്ഛൻ രൂപതയുടെ ബി-ഫാം കോളേജിന്റെ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം ഏറ്റെടുത്ത് 2004 മെയ് മാസം ജീവ മിൽക്കിൽ നിന്നും സ്ഥലം മാറിപ്പോയപ്പോൾ റെവറൻഡ് ഫാദർ ജേക്കബ് തലാപ്പിള്ളിൽ ജീവയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചാർജ് എടുത്തു. പാൽ സംഭരണവും വിതരണവും മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനോടൊപ്പം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ബഹുമാനപ്പെട്ട ജേക്കബ് തലാപ്പിള്ളിൽ അച്ഛൻ തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ സുരണ്ടെ എന്ന സ്ഥലത്ത് 3.5 ഏക്കർ സ്ഥലം വാങ്ങി ചില്ലിംഗ് പ്ലാന്റ് നിർമ്മിച്ച് അവിടുത്തെ കർഷകരിൽ നിന്നും നേരിട്ട് പാൽ സംഭരിക്കാൻ തുടങ്ങിയത് ജീവയുടെ സുഗമമായ നടത്തിപ്പിന് ഒരു വഴിത്തിരിവായി എന്ന് പറയാം. സ്കാലെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ ഉപരിപഠന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതി നടപ്പാക്കിയും സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ ഭക്ഷണം ലഭ്യമാക്കാൻ
ജീവ ക്യാൻറ്റീൻ തുടങ്ങുകയും ഇവിടെ നിന്നും കോതമംഗലം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ രോഗികൾക്ക് ആഴ്ചയിലൊരിക്കൽ സൗജന്യ ഭക്ഷണ വിതരണം ആരംഭിച്ചതും ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. ക്ഷീരകർഷകരെ സംരക്ഷിക്കുന്നതിനായി പാൽവിലയ്ക്ക് പുറമെ കാലാകാലങ്ങളിൽ സ്പെഷ്യൽ ഇൻസെന്റീവ് പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു. 2016 മെയ് മാസം അദ്ദേഹം ജീവ മിൽക്കിൽ നിന്നും സ്ഥലം മാറി കോതമംഗലം സോഷ്യൽ സർവീസസ് സൊസൈറ്റിയുടെ ഡയറക്ടറായി ചാർജ് എടുക്കുമ്പോൾ ജീവ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന 32,200 ലിറ്ററായി വർദ്ധിച്ചിരുന്നു. ജീവ മിൽക്കിനെ ശൈശവദശയിൽ നിന്നും കൗമാര കാലഘട്ടത്തിലേക്ക് കൈപിടിച്ചു നടത്തിയ ബഹുമാനപ്പെട്ട ജേക്കബ് തലാപ്പിള്ളിലച്ചനെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അഭിവന്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് ജീവ മിൽക്കിന്റെ 3ാമത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി റെവറൻ ഫാദർ ജോസ് മൂർക്കാട്ടിലിനെ നിയമിക്കുകയും അദ്ദേഹം ക്ഷീരകർഷകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടും ജീവ മിൽക്ക് സ്റ്റാഫിന്റെ സർവോന്മുഖമായ വളർച്ച ലക്ഷ്യം വെച്ചും ഈ പ്രസ്ഥാനത്തിന്റെ നാനോന്മുഖമായ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ക്ഷീരകർഷകർക്ക് വർഷത്തിൽ 3 തവണ സ്പെഷ്യൽ ഇൻസെന്റീവ് നൽകുന്ന പദ്ധതിയും ജീവ പ്രവേശനോത്സവ പദ്ധതി പ്രകാരം ക്ഷീരകർഷകരുടെ LKG മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് 2,500 രൂപയും കൂടാ വാട്ടർ ബോട്ടിൽ എന്നിവ നൽകുന്ന പദ്ധതിയും SSLC +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ ക്ഷീരകർഷകരുടെ കുട്ടികളെയും ജീവ സ്റ്റാഫ് അംഗങ്ങളുടെ കുട്ടികളെയും ആദരിക്കുകയും അവാർഡ് നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പദ്ധതിയും നടത്തിവരുന്നു. മുൻകാലങ്ങളിൽ പൊതുവായി നടത്തിയിരുന്ന ഉപരിപഠന സഹായ പദ്ധതി ക്ഷീരകർഷകരുടെ മക്കൾക്ക് വേണ്ടി മാറ്റിയതും ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൂടുതൽ കുട്ടികൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ജീവ പ്രൊഫഷണൽ സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ഒരു കുട്ടിക്ക് 35,000 രൂപ വീതമുള്ള ധനസഹായമാണ് ജീവ മിൽക്ക് നൽകി വരുന്നത്. അപകടം മൂലമോ രോഗം മൂലമോ കറവമാടുകൾ നഷ്ടമാകുന്നത് ക്ഷീരകർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറഞ്ഞ പ്രീമിയത്തിൽ കറവമാടുകളെ ഇൻഷുർ ചെയ്യാനുള്ള കൗ പ്രൊട്ടക്ഷൻ സ്കീമും ക്ഷീരകർഷകർക്കായി 24 ഭക്ഷ്യക്കിറ്റ് വിതരണ പദ്ധതിയും ആഴ്ചയിലൊരിക്കൽ കോതമംഗലത്തെ ധർമ്മഗിരി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതിയും അനാഥാലയങ്ങളിൽ സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതിയും ജീവയുടെ എടുത്തു പറയേണ്ട ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. ജീവ മിൽക്കിന്റെ സ്റ്റാഫ് അംഗങ്ങളിൽ വീടില്ലാത്തവർക്ക് ജീവ മിൽക്കും ജീവനക്കാരും ചേർന്ന് വീട് നിർമ്മിച്ച് നൽകുന്ന ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ 7 വീടുകൾ പൂർത്തിയാക്കി നൽകുവാനും 8ാമത്തെ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതോടൊപ്പം കോതമംഗലം രൂപതയുടെ കീഴിൽ ഭവനമില്ലാത്ത ആളുകൾക്ക് മാർ മാത്യൂസ് ഭവന പദ്ധതിയിലൂടെ നിരവധി വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള ധനസഹായം ജീവ മിൽക്ക് വഴി നൽകി വരുന്നു. ശോച്യാവസ്ഥയിലുള്ള ഭവനങ്ങളുടെ പുനർനിർമ്മാണവും ടോയ്ലറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും അർഹരായവരിൽ എത്തിക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കുന്നുണ്ട്. സ്ഥിരരോഗികൾക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കും ഓരോ വർഷവും ചികിത്സാ സഹായ ഫണ്ട് വിതരണം ചെയ്യുന്ന പദ്ധതിയും മെന്റലി ചലഞ്ചറായിട്ടുള്ള ആളുകൾക്ക് വിവിധ ധനസഹായ പദ്ധതിയും ഈ സ്ഥാപനം വഴി നടപ്പിലാക്കി വരുന്നു. പ്ലാന്റുകളുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരീക്കണ്ണി ഓഫീസ് കെട്ടിടം നവീകരിച്ചതുമൂലം ഓഫീസിൽ പ്രവർത്തനം കൂടുതൽ സൗകര്യപ്രദമായി. ഗാർഡൻ മനോഹരമാക്കുക വഴി വിശ്രമവേളകൾ ആനന്ദപ്രദമാക്കുവാൻ ഒരിടം നമ്മുടെ അതിഥികൾക്ക് ലഭിക്കുകയും ചെയ്തു. സുരണ്ടെ പ്ലാന്റിൽ പുതിയ IBT പണിയുകയും 1.5 ഏക്കർ സ്ഥലം അധികമായി വാങ്ങി അവിടെ കൃഷി ചെയ്ത് തെങ്ങിൻതോപ്പാക്കി മാറ്റുവാനും സാധിച്ചു. കൂടാതെ അവിടുത്തെ റെസിഡൻഷ്യൽ കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി. പരീക്കണ്ണി പ്രധാന പ്ലാന്റിനോട് ചേർന്ന് ജീവ അതർ പ്രൊഡക്ട്സ് എന്ന പേരിൽ 2018 പണി പൂർത്തീകരിച്ച ആധുനിക പ്ലാന്റ് ബിൽഡിംഗ് ജീവയുടെ വളർച്ചയുടെ ഒരു പ്രധാന ഘടകമാണ്. സ്വീഡൻ സാങ്കേതിക വിദ്യയുടെ ടെട്രാപാക്ക് പാസ്ചറൈസറും ഹോമോജനൈസറും 2021 പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയതിനാൽ ജീവ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ സാധിച്ചു. 2022 പെതപ്പംപെട്ടിയിൽ പുതിയതായി വാങ്ങിയ 8 ഏക്കർ സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ച ചില്ലിംഗ് പ്ലാന്റ് പ്രസ്ഥാനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ഏറെ പ്രയോജനകരമായെന്ന് പറയാം. ജീവ കുടുംബത്തിലെ സ്റ്റാഫുകളുടെയും ഫാമിലി മെമ്പേഴ്സിന്റെയും ക്ഷീരസംഘം ജീവനക്കാരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി ജീവ ഫാമിലി ഓണം പ്രോഗ്രാം,
ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പ്രോഗ്രാം, ബർത്ത്ഡേ സെലിബ്രേഷൻസ്, ഡിപ്പാർട്ട്മെന്റ് വൈസ് കൾച്ചറൽ പ്രോഗ്രാമുകൾ, വീഡിയോ കോമ്പറ്റീഷൻസ്, സ്പീച്ച് കോമ്പറ്റീഷൻസ് എന്നിവ സംഘടിപ്പിക്കുന്നത് സ്ഥാപനത്തിന്റെ കൂട്ടായ്മയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. ജൂബിലി വർഷത്തിൽ ജീവ മിൽക്സിന്റെ മുഴുവൻ സ്റ്റാഫുകളെയും ഉൾക്കൊള്ളിച്ച് സൗജന്യമായി നടത്തിയ ബാംഗ്ലൂർ-മൈസൂർ വിമാനയാത്രയും ജീവ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തി അതിരപ്പള്ളി സ്നോ വേൾഡ് വിനോദയാത്രയും അവിസ്മരണീയമായ നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങൾക്ക് മാത്രം ലഭിച്ചിട്ടുള്ള അന്താരാഷ്ട്ര അംഗീകാരമായ ISO 22018 സർട്ടിഫിക്കേഷൻ ജീവ മിൽക്കിന് ലഭിച്ചത് അഭിമാനകരമായ നേട്ടമാണെന്നും ജൂബിലി വർഷത്തിൽ പാലുൽപ്പന്നങ്ങളുടെ ശരാശരി വിൽപ്പന 77,000 ലിറ്ററായി ഉയർത്താൻ സാധിച്ചതും ഈ കൂട്ടായ്മയുടെ വിജയമായി കാണുന്നു. കൂടാതെ ജൂബിലി വർഷത്തിൽ ക്ഷീരകർഷകർക്കായി സ്പെഷ്യൽ ഇൻസെന്റീവുകളും സഹായ പദ്ധതികളും നൽകി വരികയാണ്. ജൂബിലി വർഷത്തിന്റെ തുടക്കത്തിൽ 2025 മാർച്ച് 9 സംഘങ്ങളിൽ പാലളന്ന മുഴുവൻ കർഷകർക്കും 2,525 രൂപ വീതം നൽകിയും 2025 ജൂലൈ 3 ക്ഷീരസംഘങ്ങളിൽ പാലളന്ന മുഴുവൻ കർഷകർക്കും ലിറ്ററിന് 25 രൂപ അധിക വില നൽകിയും നമ്മുടെ നാട്ടിലെ കർഷകരെ ക്ഷീരമേഖലയിലേക്ക് അടുപ്പിക്കുന്നതിന്റെ ഭാഗമായി കറവമാടുകളെ വാങ്ങുന്നതിന് തവണ വ്യവസ്ഥയിൽ ക്ഷീരസംഘങ്ങൾ വഴി കർഷകർക്ക് കൗലോൺ അനുവദിച്ചും ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം ക്ഷീരകർഷകർ ക്ഷീരസംഘങ്ങളിൽ അളന്ന മുഴുവൻ പാലിനും ലിറ്ററിന് 8 രൂപ പ്രകാരവും ഓണം പ്രമാണിച്ച് അളന്ന മുഴുവൻ പാലിനും ലിറ്ററിന് 10 രൂപയും ഓണക്കോടിയും ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഒക്ടോബർ മാസം അളന്ന മുഴുവൻ പാലിന് 10 രൂപയും ക്രിസ്മസ് കേക്കും എല്ലാ കർഷകർക്കും വിതരണം ചെയ്യാൻ സാധിച്ചു. ജൂബിലി വർഷം പ്രമാണിച്ച് പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന കർഷകരുടെ 131 കുട്ടികൾക്ക് 25,000 രൂപ വീതം ഈ ജൂബിലി സമാപന സമ്മേളനത്തിൽ വിതരണം നടത്തുകയാണ്. കൂടുതൽ യുവജനങ്ങൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനും ഉന്നത ഗുണനിലവാരമുള്ള പാലുൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയും ജീവ മിൽക്കിന്റെ പുതിയ പ്രൊജക്ടിന് തുടക്കം കുറിച്ച് തൊടുപുഴയ്ക്കടുത്ത് ഏഴല്ലൂരിൽ ഐസ്ക്രീം ആൻഡ് അതർ പ്രൊഡക്ട്സിന് വേണ്ടി സ്ഥലം കണ്ടെത്തുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയുമാണ്. ജീവോദയ മിൽക്ക് പ്രൊജക്ടിന്റെ പ്രാരംഭകാലം മുതൽ ബാലാരിഷ്ടതകളിലൂടെ ഇതിനെ വളർത്തി 17 വർഷത്തോളം ജനറൽ മാനേജരായി സേവനമനുഷ്ഠിച്ച ഡോക്ടർ ജെ സേവ്യർ സാറിന്റെ അനുഭവ പാടവവും ദീർഘവീക്ഷണവും ഈ പ്രസ്ഥാനത്തിന് വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട്. തുടർന്ന് സേവനമനുഷ്ഠിച്ച ശ്രീ വിൽസൺ സേവ്യർ സാറിനെയും ജനറൽ മാനേജരും ക്വാളിറ്റി കൺട്രോളറുമായിരുന്ന ശ്രീ ജോണി ജെ പടിഞ്ഞാത്ത് സാറിനെയും ഫിനാൻസ് മാനേജറായിരുന്ന ശ്രീ VV തോമസ് സാറിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. കോതമംഗലം ഡയറി സൊസൈറ്റിയുടെ ആദ്യകാല പ്രവർത്തകനും പിന്നീട് ജീവ മിൽക്ക് പർച്ചേസ് മാനേജരുമായി സേവനമനുഷ്ഠിച്ച് അകാലത്തിൽ നമ്മിൽ നിന്നും വേർപെട്ടുപോയ ശ്രീ സാജു തോമസ് അത്തിക്കലിനും ജീവ മിൽക്കിന്റെ അസിസ്റ്റന്റ് മാനേജറായിരുന്ന ശ്രീ എൽദോസ് മാത്യുവിനും ഞങ്ങൾ ഓർമ്മപ്പൂക്കൾ അർപ്പിക്കുന്നു. ഈ പ്രസ്ഥാനത്തെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റെവറൻഡ് ഫാദർ ജോസ് മൂർക്കാട്ടിലാണ്. അദ്ദേഹത്തോടൊപ്പം ജനറൽ മാനേജർ ശ്രീ സിബി ജോർജ്, അസിസ്റ്റന്റ് മാനേജർ ശ്രീ ടോണി ഫിലിപ്പ്, ഫിനാൻസ് മാനേജർ ശ്രീ സനു പി തോമസ്, സൂപ്പർവൈസർമാരായ ശ്രീ ജോസ്പിൻ ചെറിയാൻ, ശ്രീ സിബി ജോസഫ്, ശ്രീ ജോഷി കുര്യാക്കോസ്, ഫീൽഡ് ഓഫീസർ ശ്രീ ഈപ്പൻ KP, മാർക്കറ്റിംഗ് മാനേജർമാരായ ശ്രീ ഡിവിൻ ജോൺ, ശ്രീ ആൽബിൻ ജെയിംസ് എന്നിവരും അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന മറ്റ് സ്റ്റാഫ് അംഗങ്ങളുമാണ്. അന്യമാകുന്ന ക്ഷീരമേഖലയെ അനന്ത സാധ്യതയുള്ള ഒരു തൊഴിൽ മേഖലയായി പുതുതലമുറയ്ക്ക് കൈമാറാൻ കാർഷിക ഗ്രാമങ്ങളുടെ തനിമ നിലനിർത്തി ജൈവസമ്പത്തിലൂടെ കേരളത്തിലെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെ ആരോഗ്യപ്രദമാക്കാൻ നമ്മുടെ നേർക്കാഴ്ചകളിലെ തരിശായ പാടങ്ങളും കൃഷിയിടങ്ങളും നമ്മുടെ ഉപജീവനത്തിനുള്ള ഉപാധികളാണെന്നുള്ള തിരിച്ചറിവ് പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ ജീവയും ജീവയുടെ പ്രവർത്തനങ്ങളും ഗുണകരമാകുമെന്ന് ഞങ്ങൾ കരുതുന്നു. ലക്ഷ്യബോധവും ധാർമ്മിക ചിന്തയും പരസ്പര സ്നേഹവുമുള്ള കുടുംബങ്ങളിലൂടെ ഒരു പുതുതലമുറ ഉദിച്ചുയരട്ടെ. ജീവ മിൽക്കിന്റെ രജത ജൂബിലിയുടെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നതോടൊപ്പം പുതുവർഷത്തിന്റെ ദിനങ്ങൾ നന്മ നിറഞ്ഞതാകുവാൻ ഏവർക്കും ജീവ കുടുംബത്തിന്റെ ആശംസകൾ.